എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് വളരെ പ്രിയപ്പെട്ടൊരു ക്ലാസ്സാണ്. കാരണം മൊത്തം പറയാൻ പോകുന്നത് ഷോർട്ട് കട്ട്സ് ആണ്. അതുകൊണ്ടാണിത് സംഖ്യകൾ എക്സ്ട്രാ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. സംഭവം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്ത ആളുകളുണ്ടായിരിക്കും, അറിയുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ പറയുന്ന സാധനം മൊത്തം ഷോർട്ട് കട്ട്സ് ആണ്. അപ്പോൾ ഒരു 4-5 ടൈപ്പ് ചോദ്യങ്ങളുണ്ട് സംഖ്യകൾ എന്നുള്ള ഭാഗത്തുനിന്ന്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമ്മളിതിൽ പറയാൻ പോവുകയാണ്. സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിന് താഴെ, അതായത് 2 സെക്കൻഡിൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് മൊത്തം. പക്ഷേ നമ്മൾ സാധാരണ ഇത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാലികേറാ മലയാണ്. അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ ഈ സംഭവം അടിപൊളിയായിട്ട് തലയിൽ നിന്നോളും. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നിൽക്കും. ഞാൻ പറയുകയാണ്, ഇത് പ്രോബ്ലം ചെയ്ത് നോക്കാതെ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഓർമ്മയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാഗത്തിനൊരു പ്രശ്നമുള്ള എന്താണ്, ഇത് ചെയ്ത് നോക്കാതെ ഇത് ഓർമ്മയിൽ നിൽക്കില്ല. ഇതെനിക്ക് എക്സാമിന് ഓർമ്മ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നിന്നാൽ അത് നടക്കില്ല. ഇത് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടണമെന്നൊക്കെയാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, 2 സംഖ്യകളുടെ തുക 50-ഉം വ്യത്യാസം 10-ഉമായാൽ സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ ഇത് നോർമലി ചെയ്യുന്ന രീതി ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മൾ സംഖ്യകളെ x എന്നും y എന്നും എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുക എന്ന് പറയുമ്പോൾ x കൂട്ടണം y ആണല്ലോ, അത് എത്രയാണ്? 50 അതുപോലെ തന്നെ വ്യത്യാസം എന്ന് പറയുമ്പോൾ x കുറയ്ക്കണം y എന്നാണല്ലോ, അതെത്രയാ? 10 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇത് ഇക്വേഷൻ 1-ഉം ഇത് ഇക്വേഷൻ 2-ഉമാണ്. അപ്പോൾ നേരെ താഴത്തേക്ക് കൂട്ടുകയാണ് സാധാരണ രീതിയിൽ ഇത് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇക്വേഷൻ 1-നെയും ഇക്വേഷൻ 2-നെയും കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ x + y, ഇവിടെ ഒരു x ഉണ്ട് അല്ലേ, ഇവിടെ x + x ആണ്. അപ്പോൾ ഇത് 2x ആവും. ഈ +y - y ആവുമ്പോൾ അതെന്താവും? 0 ആയിട്ട് പോവും. സമം എന്താണ്? 50 + 10 60 മാറും. അപ്പോൾ 2x = 60 x = എത്രയാ? 30 ഞാൻ അങ്ങനെ തന്നെ എഴുതാം. 60 ഇവിടെ ഉണ്ട്, ഈ 2 ഇപ്പുറത്തോട്ട് വരുമ്പോൾ /2 ആയി. അപ്പോൾ എത്രയാ? 30. അപ്പോൾ x 30. അപ്പോൾ y എന്തായിരിക്കും എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. x + y അല്ലേ, x 30, x-ന് സ്ഥാനത്ത് 30. അപ്പോൾ y എത്രയായിരിക്കും? 50-ൽ നിന്ന് 30 കുറച്ചാൽ മതി. അപ്പോൾ 20 ആയിരിക്കും y. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണ് നോർമലി നമുക്കിത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പോണ രീതി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പറയാൻ പോണത് ഈ സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല പറയണേന്നുള്ളൂ. നോക്കിക്കോ, 2 സംഖ്യകളുടെ തുക 50. ചോദ്യം ശ്രദ്ധിക്കുക, 2 സംഖ്യകളുടെ തുക 50, വ്യത്യാസം 10. സംഖ്യകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇതിലെ വലിയ സംഖ്യ കിട്ടാൻ, കൂട്ടത്തിലെ വലിയവനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തുകയെ വ്യത്യാസം കൊണ്ട് കൂട്ടുക. തുകയെ വ്യത്യാസം കൂടി അങ്ങോട്ട് കൂട്ടുക, എന്നിട്ട് അതിൻ്റെ നേർപകുതി എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവല്ലേ ചെറുതാരാന്നറിയാൻ, ചെറിയ സംഖ്യയെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതന്നെ തുക 50, അതിന്ന് എന്ത് ചെയ്യുക? ഈ വ്യത്യാസം അങ്ങ് കുറയ്ക്കുക. ചെറുതാകുമ്പോൾ കുറയ്ക്കുക, അങ്ങനെ ഓർത്തായി. ചെറുത് കുറയ്ക്കുക /2. ഓക്കെ, 50-ഉം 10-ഉം 60. 60/2. ഇവിടെ 50 - 10 40/2. 60/2 എത്രയാ? 60-ൻ്റെ പകുതി 30, 40-ൻ്റെ പകുതി 20. സംഖ്യകളെ കിട്ടിയ മനസ്സിലായോ? 30-ഉം 20-ഉമാണ് നമ്മുടെ സംഖ്യകൾ. സംഭവം മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. അടുത്ത ചോദ്യം നോക്കാം. സംഭവം ചോദ്യം നോക്ക്. രാജുവിൻ്റെയും രാധയുടെയും വയസ്സുകളുടെ തുക 24. രാജുവിന് രാധയേക്കാൾ 6 വയസ്സ് കൂടുതലാണ്. 6 വയസ്സ് കൂടുതലാണ് എങ്കിൽ രാജുവിൻ്റെയും രാധയുടെയും വയസ്സുകൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യത്തിൽ കാണുമ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവും. അപ്പോൾ നേരത്തെ ചോദ്യത്തിലുള്ള സാധനം തന്നെയാണെന്നേ. തുക 24, 2 സംഖ്യകളുടെ തുക 24, വ്യത്യാസം 6. ഈ 6 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം 6 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം 6 തന്നെയല്ലേ. തുക എത്രയാണ്?
തുക എത്രയാണ്? 24. അതല്ലേ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആ എക്സും വയ്യോ കണ്ടുപിടിക്കണ്ടേ? അതായത് രാജുവിൻ്റെ രാധയുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു സംഖ്യയാണത്. ആ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സംഖ്യയാണ്, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇനി നോക്ക്, നിങ്ങൾക്ക് രാജുവിൻ്റെ വയസ്സ് രാധയേക്കാൾ 6 വയസ്സ് കൂടുതൽ എന്നല്ലേ? അപ്പോൾ ആരുതായിരിക്കും വലിയ വയസ്സ്? രാജുവിൻ്റെ ആയിരിക്കും വലിയ വയസ്സ്. അപ്പോൾ രാധയുടെ വയസ്സ് ചെറിയ വയസ്സാണ്. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് എങ്ങനെ കാണണ്ടേ? നിങ്ങൾ പറ. 24 ഞാൻ എന്ത് ചെയ്യും? വലുത് കാണാൻ വേണ്ടിയിട്ട് ഈ 6 കൂട്ടും, എന്നിട്ടോ അതിൻ്റെ പകുതി എടുക്കും. അതേപോലെ രാധയുടെ പറ. ചെറിയ വയസ്സ് കാണാനായി, ചെറിയ ആളെ വയസ്സല്ലേ? അപ്പോൾ എത്രയാണ്? 24 6 കുറയ്ക്കും. എന്ത് വ്യത്യാസം കുറയ്ക്കും? /2. 24 + 6 30. 30/2 എത്രയാ? 30. ഓക്കെ, ഞാൻ എഴുതാം. 24 + 6 30/2 എത്രയാ? 15. അതേപോലെ ഇവിടെ നോക്ക്, 24 കുറയ്ക്കണം 6. എത്ര? 24 6 കുറച്ചാൽ 18/2. 18ൻ്റെ പകുതി എത്രയാ? 9. എത്ര സിമ്പിളാ. പക്ഷെ ചോദ്യം മനസ്സിലാക്കിയെടുക്കലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. അനുവിനും വിനുവിനും 40,000 മുതൽ മുടക്കിൽ ഒരു അനുവും വിനുവും 40,000 രൂപ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ആരംഭിച്ചു. വിനുവിനേക്കാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിനേക്കാൾ കൂടുതൽ എന്നാണേ. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ അനുവും വിനുവും എത്ര രൂപ വീതം മുടക്കി? ഈ ചോദ്യവും എന്താണ് സംഭവം? നമ്മൾ ഫസ്റ്റ് പഠിച്ച 2 സംഖ്യകളുടെ തുക ഇന്നത്, അവയുടെ വ്യത്യാസം ഇന്നത്, ആ സംഭവം തന്നെയാണിത്. വാക്കുകളിൽ വ്യത്യാസം വന്നു എന്ന് വിചാരിച്ച് സംഭവം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ 1 മാർക്ക് പോയി ഇല്ലേ? ഇനി നിങ്ങൾ പറ, അനുവും വിനുവും 40,000 രൂപ മുതൽ മുടക്കിൽ. അപ്പം അവരുടെ തുക എത്രയാ? അവരെത്ര മുടക്കി? മൊത്തം എത്രയാ? 40,000. രണ്ടാളുടെയും കൂടിയും ഷെയറിന് മൊത്തം എത്രയാ ഇൻവെസ്റ്റ് ചെയ്ത്? എത്രയാ? 40,000. ഇനി എന്താ പറഞ്ഞേ? അനു വിനുവിനേക്കാൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അനു വിനുവിനേക്കാൾ 10,000 രൂപ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അനുവിനും വിനുവിനും അപ്പം എന്താ ഇവിടെ സംഭവം? എന്തായിരിക്കും? വ്യത്യാസം. യെസ്, വ്യത്യാസം 10,000. ഇത്രേ കാണേണ്ടു, ഇത്രേ മനസ്സിലാക്കേണ്ടു. എന്താ ചെയ്യണ്ടേ? അനുവും വിനുവും എത്ര രൂപ മുടക്കി എന്നാ വേണ്ടേ? അനു അല്ലേ കൂടുതൽ മുടക്കിയത്. അപ്പോൾ അനു ആണ് ആര്? വലുത്, വിനു ചെറുത് അല്ലേ? അപ്പോൾ അനുവിൻ്റെ നോക്ക്. അപ്പോൾ എന്ത് ചെയ്യും? വലിയത് കാണാൻ എന്ത് ചെയ്യും? 40,000 വ്യത്യാസം കൂട്ടിയാൽ മതി. എന്നിട്ടോ അതിൻ്റെ പകുതി എത്രയാണ്? 40,000 + 10,000 50,000. 50,000ത്തിൻ്റെ പകുതി 25,000 എന്ത്? അനുവിൻ്റെ. ഇത് വേണമെന്നുണ്ടെങ്കിൽ 40,000 25,000 കുറച്ച് ഉത്തരം എഴുതിയാൽ മതി കേട്ടോ, വിനുവിൻ്റെ. അല്ലാതെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല. ഈ 40,000 + 10,000 /2 25,000 കിട്ടിക്കഴിഞ്ഞിട്ട് 40,000 നിന്ന് 25,000 കുറച്ചാൽ 15,000 എന്ന് കിട്ടും. അതാണ് വിനുവിൻ്റെ ഉത്തരം. അതങ്ങനെ ചെയ്താലും മതി. പക്ഷേ എല്ലായ്പ്പോഴും PSC എന്തല്ല ചോദിക്കുക? അനുവും വിനുവും എത്ര രൂപ വീതം മുടക്കി എന്നല്ല ചോദിക്കുക. PSC എന്താ ചോദിക്കുക? അനു എത്ര രൂപ മുടക്കി. അല്ലെങ്കിൽ അടുത്ത ചോദ്യം PSC ചിലപ്പോൾ ചോദിക്കുക എന്താ? വിനു എത്ര രൂപ മുടക്കി. അങ്ങനെയാണ് ചോദിക്കുക. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കണത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് വിനു എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും? ഈ 40,000. അതെന്താ? 2 പേരും കൂടി മുടക്കിയത്. തുകയാണ് 40,000. കുറയ്ക്കണം വ്യത്യാസം. വ്യത്യാസം എത്രയാ? 10,000 /2. 40,000 നിന്ന് 10,000 പോയാൽ എത്രയാ? 30,000. 30,000ത്തിൻ്റെ പകുതി എത്രയാ? 15,000. ഇത്രയേ ഉള്ളൂ പരിപാടി. 15,000 രൂപ. സിമ്പിൾ സംഭവമാണല്ലോ. സിമ്പിൾ സംഭവമാണ്, വളരെ സിമ്പിളാണ് അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യമല്ല, 2 ചോദ്യങ്ങൾ ഹോംവർക്ക് ആയിട്ടാണ് അല്ലേ? 2 ഹോംവർക്കുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 ചോദ്യങ്ങളാണ്. എന്തേ? 2 സംഖ്യകളുടെ തുക 60, വ്യത്യാസം 20. അപ്പം ഓക്കെ, ഞാനിതിൽ വരയ്ക്കുന്നില്ല. ഇത് നിങ്ങൾ വന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പോസ് ചെയ്യുക ചെയ്തിട്ട് ഇത് പ്രോബ്ലം 2 ഒന്ന് ചെയ്ത് നോക്ക്. നമ്മളിങ്ങനെ ചെയ്തു പോവാം കേട്ടോ. ഇത് നിങ്ങളൊന്ന് പോസ് നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2 ചോദ്യം നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉത്തരം കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കമൻറ്റ് ആരെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻ ചെയ്തിടാം. അതായിരിക്കും നല്ലേ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ തന്നെ ഉത്തരം പിൻ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഉത്തരം ഒന്ന് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ഒരു ടൈപ്പിലേക്ക് നോക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം, രണ്ടു സംഖ്യകളുടെ തുക 15ഉം ഗുണനഫലം 50ഉമായാൽ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. രണ്ട് സംഖ്യകളുടെ തുക 15ഉം ഗുണനഫലം 50ഉമായാൽ. അപ്പം ഞാൻ ഇതിനാദ്യം നേരത്തെ പറഞ്ഞ മാതിരി എക്സും വൈയും വെച്ചൊന്ന് പറയാം. സംഖ്യകളെ ഞാൻ എക്സ് ആയും വൈ ആയും എടുത്തു. അപ്പോൾ അവരുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ അല്ലേ? അവയുടെ ഗുണനഫലം എന്ന് പറയുന്നത് എക്സ് ഗുണിക്കണം വൈ അല്ലേ? എക്സ് പ്ലസ് വൈ എന്താണ്? അവയുടെ തുക. അവയുടെ ഗുണനഫലം എന്ന് പറയുന്നത് എക്സ് വൈ. ഇനി നിങ്ങൾ നോക്ക്, ഈ എക്സിൻ്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എത്രയാ? 1/x ആണ്. വൈയുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എത്രയാ? 1/y ആണ്. ആണല്ലോ. ഇനി എന്താ പറഞ്ഞത്? അയാൾ വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/x + 1/y. അതായത് ഇത് എന്ത് ചെയ്യും? ക്രോസ് ഗുണിക്കും അല്ലേ? നമ്മൾ ക്രോസ് ഗുണിക്കും. അപ്പോൾ എന്ത് ചെയ്യും? y + x. അതിനെ നമുക്ക് എങ്ങനെയാണ് എഴുതാം? x + y എന്ന് തന്നെ എഴുതിക്കൂടെ? x + y / നേരെ താഴെ നേരെ ഗുണിക്കും. x × y, xy. ഇതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ x + y / xy ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. x + y നമുക്ക് തന്നിട്ടുണ്ട്, xyയും നമുക്ക് തന്നിട്ടുണ്ട്, 15ഉം 50ഉം. അപ്പോൾ അത് വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഈ x + y എത്ര ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്? തുക എത്രയാ? 15. അവരുടെ ഗുണനഫലം എത്രയാ? xy എത്രയാ? 50. 15/50. അതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചോദ്യത്തിൽ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ തന്നു, അതിൻ്റെ ഗുണനഫലം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാല്യൂ തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം നേരെ എഴുതുക. തുക ബൈ ഗുണനഫലം. എത്രയാ തുക? 15. ഗുണനഫലം എത്രയാ? 50. പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ 15ഉം 50 ആയതുകൊണ്ട് നമുക്കറിയാം വെട്ടിച്ചെറുതാക്കണം അല്ലേ? 15ൽ 5 ഉണ്ട്, 50ലും 5 ഉണ്ട്. എത്രയാ? 3 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടാം, 3 കിട്ടി. 50ന് 5 കൊണ്ട് വെട്ടിയാൽ എത്രയാ? 10. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 3/10. സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. രണ്ട് സംഖ്യകളുടെ തുക 15, ഗുണനഫലം 50 പറഞ്ഞാൽ എന്ത് ചെയ്യും? വ്യുൽക്രമത്തിൻ്റെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? തുക ബൈ ഗുണനഫലം. സംഭവം ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുക 13ഉം ഗുണനഫലം 30ഉമായാൽ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? എന്ത് ചെയ്യും? തുക ഞാൻ എഴുതി 13 / ഗുണനഫലം 30. പരിപാടി കഴിഞ്ഞു. 13/30. അത്രേ ഉള്ളൂ പരിപാടി. ഉത്തരം എത്ര? 13/30. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഹോംവർക്ക് നോക്കാമല്ലോ. ആ ചോദ്യങ്ങളിലേക്ക് പോവാം. രണ്ട് ഹോംവർക്ക് തന്നിട്ടുണ്ട്. 3, 4 എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഞാനത് ഓർഡർ തന്നിട്ടുണ്ട്. 1, 2, 3, 4 ഹോംവർക്കുകൾക്ക് അങ്ങനെ ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണ്? രണ്ട് സംഖ്യകളുടെ തുക 18, ഗുണനഫലം 65. ഉത്തരം നിങ്ങൾക്കറിയാലോ, കണ്ടുപിടിക്കുക. ഓക്കെ, ചെറുതാക്കാനുണ്ടെങ്കിൽ ചെറുതാക്കുക, ചെറുതാക്കാനില്ലെങ്കിൽ ചെറുതാക്കണ്ട. അടുത്ത നോക്ക്. രണ്ട് സംഖ്യകളുടെ തുക 25, ഗുണനഫലം 98. വ്യുൽക്രമങ്ങളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അറിയാലോ? പരിപാടി മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുക 30, ഗുണനഫലം 221 ആയാൽ അവയുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തുക 30 തന്നിട്ടുണ്ട്, ഗുണനഫലം 221 തന്നിട്ടുണ്ട്. അവയുടെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതിൻ്റെയൊക്കെ പരിപാടി ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും മെനക്കെടുന്നില്ല. ഒരൊറ്റ കാര്യം പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കാണാനുള്ള ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തായിരുന്നു? -b ± √b² - 4ac / 2a. ഇത് 9ാം ക്ലാസ്സിൽ ഏറ്റവും പഠിക്കുന്ന. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മ ഉണ്ടായത്? ഇത് പഠിക്കണ്ട, ഞാൻ കേട്ടൊരു ഓർമ്മ ഉണ്ടായത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മുമ്പായിട്ട് നമ്മൾ ടീച്ചർ പറയാറുണ്ട് ഒരു സാധനം കാണാൻ അല്ലേ? എന്ത്? √b² - 4ac കാണാൻ. ഓക്കെ ആണല്ലോ? √b² - 4ac കാണാൻ. അപ്പോൾ ഈ തുകയെ
ഈ തുകയെ ഞാൻ എന്തായിട്ട് എടുക്കും? ഈ ഇക്വേഷൻ കാണാൻ പഠിക്കണം. എന്താണ് സംഭവം? രണ്ട് സംഖ്യകളുടെ തുക 30, ഗുണനഫലം 221 ആയാൽ അവയുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഓർക്കും. എന്നിട്ട് അതിൽ ഈ ബി എന്ന് പറയുന്നവനെ എന്ത് ചെയ്യും? നമ്മൾ തുകയായിട്ട് എടുക്കും. അപ്പോൾ ബിക്ക് ഞാൻ എന്ത് കൊടുക്കും? തുകയുടെ 30 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ 30². കുറയ്ക്കണം. തുകയാണെങ്കിൽ കുറയ്ക്കണം. മറക്കണ്ട, വേറെ സാധനം വരാൻ പോകണ്ട. അതുകൊണ്ടാണ് പറയുന്നത് തുകയാണെങ്കിൽ കുറയ്ക്കണം. ഗുണനഫലം, അതിന് മുമ്പ് ഒരാളുണ്ട് 4 ഞാൻ എഴുതി. ഗുണിക്കണം. എസിയെ ഞാൻ ഒറ്റ ആളായിട്ട് എടുക്കുന്നത്. ആരായിട്ട്? ഗുണനഫലമായ 221. എയും സിയും ഗുണിക്കുന്നതാണ് AC. അപ്പം അങ്ങനെ ഓർത്താൽ മതി. AC എന്ന് പറഞ്ഞാൽ 221. ഒറ്റ എഴുത്ത്. പരിപാടി ഓക്കെ. ഇനി നോക്ക്, 30ന്റെ സ്ക്വയർ എത്രയാ? 30ന്റെ സ്ക്വയർ 900. 30ന്റെ സ്ക്വയർ 900. 3ന്റെ സ്ക്വയർ 920 അല്ലേ? 10ന്റെ സ്ക്വയർ 100. അതാണ് പരിപാടി. അപ്പം മൈനസ് 900 മൈനസ് 4 × 221 എത്രയാ കിട്ടുക? 884 അല്ലേ? ഒരു 4 ദേ ഒരു 4 ഞാൻ ഇവിടെ തന്നെ വിളിക്കാം. ഒരു 4 2 8 884. അപ്പോൾ ഇത് എഴുതുക. 900 മൈനസ് 884 റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ 900 നിന്ന് 884 പോയാൽ എത്രയാ? 16. 900 നിന്ന് 884 പോയാൽ 16. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എത്ര മക്കളെ? എത്ര? 4. ഉത്തരം 4. സിമ്പിൾ സംഭവമാണ്. പക്ഷേ നമ്മളിങ്ങനെ ടഫാണെന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും സാധാരണ രീതിയിൽ. പക്ഷെ നമുക്ക് ഈ സംഭവം അറിയുമെങ്കിൽ, ഈ ഒരു മെത്തേഡ് അറിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിന് ഉത്തരം എഴുതാം. അതല്ലേ നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകളുടെ തുക 30, ഗുണനഫലം 221, അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, അതിൻ്റെ ഗുണനഫലം തന്നിട്ടുണ്ട് എങ്കിൽ അവയുടെ വ്യത്യാസം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? രണ്ട് സംഖ്യകളുടെ തുക 30, ഗുണനഫലം 221, വ്യത്യാസം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർക്കണം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? തുകയുടെ സ്ക്വയർ എടുക്കുക, കുറയ്ക്കണം. 4 × AC എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എടുത്താൽ മതി? ഗുണനഫലമായിട്ട് എടുത്താൽ 4 ഗുണിക്കണം നമ്മളെ ഗുണനഫലം 221 ആണെങ്കിൽ 221. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ആ ഉത്തരമാണ് എന്ത്? അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ചെയ്തു നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. രണ്ട് സംഖ്യകളുടെ തുക 22, ഗുണനഫലം 120. തുക 22, ഗുണനഫലം 120 ആയാൽ അവയുടെ വ്യത്യാസം എത്ര? നേരത്തെ പഠിച്ച സെയിം സാധനമാണല്ലോ. രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, ഗുണനഫലം തന്നിട്ടുണ്ട്. എന്താ കാണണ്ടേ? വ്യത്യാസം കാണണ്ടേ? അപ്പോൾ ഓർമ്മ വരണം എന്ത്? റൂട്ട് ഓഫ് ബി സ്ക്വയർ തുകയാണെങ്കിൽ മൈനസ് 4ac. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, എന്ത് കാണാനാ? വ്യത്യാസം കാണാനാ അല്ലേ? വ്യത്യാസം കാണാനാണ്. അപ്പോൾ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ബി എത്രയാ? തുക 22 സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ്, മറക്കരുത്. 4 × AC എത്രയാ? അതെ, ഗുണനഫലം 120. 22ന്റെ സ്ക്വയർ എത്രയാ? റൂട്ട് ഓഫ് 400ന്റെ മേലെയല്ലേ? 484. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഒരു 30 വരെയുള്ള സ്ക്വയറെങ്കിലും മിനിമം ഒന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കണേ. 22ന്റെ സ്ക്വയർ 484. കുറയ്ക്കണം. 4 × 120 എത്ര വരിക? 4 × 12 എത്ര വരിക? 12 ഇരട്ടി 24, 24 ഇരട്ടി 48. അപ്പോൾ 480. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 484 മൈനസ് 480 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ ഇനിയും ബാക്കി ആരുണ്ട്? 84 80 പോയാൽ എത്ര? 4. അപ്പോൾ നമ്മുടെ ഉത്തരം റൂട്ട് ഓഫ് 4 എത്രയാ? 2. ഉത്തരം 2. സിമ്പിൾ ചോദ്യം അല്ലേ? സിമ്പിൾ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ തുക 25, ഗുണനഫലം 150. അവയുടെ വ്യത്യാസം എത്ര? തുക തന്നു, ഗുണനഫലം തന്നു. എന്ത് ചെയ്യണം? അപ്പോഴേ ഓർമ്മയിൽ വരണം എന്ത്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഈ സാധനം ഓർമ്മയിൽ വരണം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യൂ? ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഇതിൽ വാല്യൂ കൊടുക്കണ്ടേ? ബിയുടെ വാല്യൂ എന്താ? 25. തുകയാണ് അല്ലേ?
അപ്പോൾ 25 സ്ക്വയർ മൈനസ് 4 ഗുണിക്കണം AC എന്ന് പറഞ്ഞാൽ എന്താ? അതേ ഗുണനഫലം. ഗുണനഫലം എത്രയാ? 150. അറിയാലോ, പറ. റൂട്ട് ഓഫ് 25 സ്ക്വയർ, 25ന്റെ സ്ക്വയർ എത്രയാ? 625 മൈനസ് 4 × 150, 15ന്റെ ഇരട്ടി 30, 30ന്റെ ഇരട്ടി 60. അത്രേ ഉള്ളൂ കേട്ടോ, 600. അപ്പൊ എന്താണ് 625 100 കുറയ്ക്കണം. എത്ര കുറച്ച കിട്ടുക? 25. എങ്കിൽ റൂട്ട് ഓഫ് 25 എത്രയാ? എല്ലാവർക്കും അറിയാം, എത്രയാ? 5. അവയുടെ വ്യത്യാസം 5 ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കി നോക്കാം അല്ലേ? അതെ, ഇനി ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം? 2 സംഖ്യകളുടെ തുക 31, ഗുണനഫലം 240, വ്യത്യാസം. അതുപോലെ തന്നെ 2 സംഖ്യകളുടെ തുക 45, ഗുണനഫലം 500, വ്യത്യാസം. ഓക്കെ, ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്ത ഇതിൻ്റെ സെയിം മോഡലിലുള്ള ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുള്ള ചോദ്യം അതേതാണെന്ന് നോക്കി നോക്കാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അല്ല, പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുള്ളൂ ഇത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇതേ അടുത്ത ചോദ്യം നോക്കൂ. 2 സംഖ്യകളുടെ വ്യത്യാസം 10, ഗുണനഫലം 24. വ്യത്യാസം 10, ഗുണനഫലം 24. അവയുടെ തുക എത്ര? നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടി അല്ലേ? ഇവിടെ തുകയാണ് നേരത്തെ ചോദിച്ചത്, ഇവിടെ ഇപ്പം തവണ എന്താ ചോദിച്ചത്? വ്യത്യാസമാണ് തന്നത്. ഇവിടെ തുകയാണ് ഇതിൽ ചോദിച്ചത്. നേരത്തെ എന്താ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് തന്നു? വ്യത്യാസം തന്നു, ഗുണനഫലം തന്നു. ചോദ്യത്തിൽ വ്യത്യാസവും ഗുണനഫലവും തന്നിട്ട് തുകയാണ് ചോദിച്ചത് എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊന്ന് അതേപോലെ എഴുതാം. നമുക്ക് എന്താ വേണ്ടത്? തുകയാണ് കാണേണ്ടത് അല്ലേ? തുകയാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ അതേപോലെ എഴുതാം. എന്ത്? b² - 4ac. ഇതായിരുന്നു എന്ത്? വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ അല്ലേ? വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ ഇതായിരുന്നു, b² - 4ac. പക്ഷേ തുക കാണാൻ ഈ മൈനസ് മാറ്റിയാൽ മതി. ഇക്വേഷൻ മനസ്സിലായോ? എന്താണ് ഇക്വേഷൻ? അപ്പോൾ തുക കാണാൻ റൂട്ട് ഓഫ് b² + 4ac. അത്രേ ഉള്ളൂന്നേ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, തുക എന്ന് പറഞ്ഞാൽ കൂട്ടുക. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് b² + 4ac ആണ്. എങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ വ്യത്യാസം 10. ഇവിടെ നമ്മൾ ബിക്ക് ആരായിട്ട് എടുക്കും? 10 ആയിട്ട് എടുക്കും. അപ്പോൾ 10ന്റെ സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം, ഗുണനഫലത്തിന് വ്യത്യാസമില്ല അല്ലേ? 24. അപ്പം നീ പറ, 10ന്റെ സ്ക്വയർ എത്രയാ? 10ന്റെ സ്ക്വയർ 100, എല്ലാവർക്കും അറിയാം അല്ലേ? പ്ലസ് 4 × 24. എത്ര? 4 × 24? 20, 4, 80, പിന്നെ ഒരു 16 അല്ലേ? അപ്പം എത്രയാ? 96. അപ്പം നമുക്ക് എത്ര കിട്ടി? റൂട്ട് ഓഫ് 196 എന്ന് കിട്ടി. 100ഉം 96ഉം കൂട്ടി 196. എത്രേൻ്റെ എത്രേൻ്റെ സ്ക്വയറാണ് 196? അല്ലെങ്കിൽ 196ൻ്റെ റൂട്ട് എത്രയാ? 14. എത്രയാണ്? 14. സിമ്പിൾ ചോദ്യമല്ലേ? വ്യത്യാസം മനസ്സിലാക്കണം, ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ഇക്വേഷൻ മറക്കണ്ട, റൂട്ട് ഓഫ് b² + 4ac. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കി നോക്കാം. 2 സംഖ്യകളുടെ വ്യത്യാസം 7, ഗുണനഫലം 60. ചോദ്യത്തിൽ നേരിട്ട് തന്നു വ്യത്യാസം 7, ഗുണനഫലം 60 ആയാൽ അവയുടെ തുക എത്ര? തുക കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് b² പ്ലസ് ആണ്, തുകയാവുമ്പോൾ കൂട്ടാനാണ് 4ac. അപ്പോൾ റൂട്ട് ഓഫ് b എത്രയാണ്? നമ്മൾ 7 ആണ്. 7² പ്ലസ് 4 ഗുണിക്കണം 60. ഇനി ഞാനിങ്ങനെ എഴുതിപ്പോയാൽ പോരെ? പറ, റൂട്ട് ഓഫ് 7² എത്രയാ? 49. കൂട്ടണം 6 4 24, 240. 49ഉം 240ഉം കൂട്ടിയാൽ 289 ആണ്. റൂട്ട് ഓഫ് 289 എത്രയാ? 17. 289ൻ്റെ റൂട്ട് 17. സിമ്പിൾ ചോദ്യമല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? ആകെ ഈ ഒരു സാധനം മാത്രം പഠിക്കുന്നുള്ളൂ. തുക കാണാനാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ പ്ലസ്. വ്യത്യാസമാണ് കാണാൻ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് b² - 4ac. വ്യത്യാസമാകുമ്പോൾ കുറയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ആ ഇക്വേഷൻ കണ്ടു ഓർത്തിരിക്കുക. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളും നോക്കാം. അപ്പോൾ അതാ തുക കാണാനുള്ള 2 ചോദ്യങ്ങളും കൂടി ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. തുക കാണാനുള്ള 2 ചോദ്യങ്ങൾ. ഓക്കെ, 7ാമത്തെ 8ാമത്തെ ചോദ്യങ്ങളായിട്ട്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം നോക്കാം. അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 196. എന്താണ്? അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 196 ആയാൽ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ എന്നാലും ഇത് നോർമലി എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടി ഒന്ന് പറയാം. അതൊരിക്കലും എടുക്കണ്ട, പക്ഷെ എന്നാലും അതെങ്ങനെ ചെയ്യാമെന്ന് മാത്രം ഒന്ന് പറയാം. ഞാൻ സംഖ്യകളെ എക്സ് എന്നും x+2 എന്നും എടുക്കുകയാണ്. ഞാൻ സംഖ്യകളെ എക്സ് എന്നും x+2 എന്നും എടുക്കുകയാണ്. കാരണം ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എഴുതാലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ 2 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാ? 4 ആയിരിക്കും. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് x+2 ആണെങ്കിൽ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x+2ൻ്റെ സ്ക്വയർ മൈനസ് x² എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുള്ള 196 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വലുതാക്കുമ്പോൾ x² പ്ലസ് 4x പ്ലസ് 4 മൈനസ് x² സമം 196 എന്നുള്ള രീതിയിലേക്ക് മാറും. ഇതെന്താണ്? എക്സിൻ്റെ സ്ക്വയർ ആദ്യം കണ്ടു, പിന്നെന്താണ്? a പ്ലസ് ബി ആൾ സ്ക്വയർ മാറി, a² പ്ലസ് 2ab പ്ലസ് b². ആ സംഭവം മാത്രം എടുത്താൽ മതി കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ x² പ്ലസ് 4x പ്ലസ് 4 മൈനസ് x² സമം 196 എന്നുള്ള പോലെ കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതിൽ x² മൈനസ് x² ഉണ്ട്, അതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇത് 4x പ്ലസ് 4 സമം 196 എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ 4 കോമൺ ആയതുകൊണ്ട് 4നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ x+1 ഗുണിക്കണം 4 എന്ന് പറയുന്നത് 196 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? x+1 കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യും? 196നെ ഈ 4 കൊണ്ട് ഹരിക്കണം. ഈ 4 ഇപ്പുറത്തോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x+1 എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? x+1 അല്ല വേണ്ടത് അല്ലേ, x+2ഓ xോ ആണ് വേണ്ടത്. അതിൽ നമ്മളത് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇത് അറിയാത്ത ഒരാൾ ചെയ്യാം. നമുക്കൊരു ഷോർട്ട് കട്ട് അറിയാത്ത ഒരാൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നമ്മൾ ഇതിനൊന്നും മെനക്കെടുന്നില്ല. നമ്മളിതിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്നു, ദേ അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 196 ആയാൽ വലിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ, ദേ ഈ 196 ഉണ്ടല്ലോ, ഈ 196നെ നമ്മൾ ആദ്യം എന്താ ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എത്രയാ? 2 ആണ്. അപ്പോൾ അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്രയായിട്ട് എടുക്കുക? 4 ആയിട്ട് എടുക്കുക. 2ൻ്റെ സ്ക്വയർ അങ്ങനെ മാത്രം എടുക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ഞാൻ എന്താ പറഞ്ഞത്? ഇരട്ട സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 4. ആ ഒരു കോൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ആ 4 ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 196നെ 4 കൊണ്ട് ഹരിക്കുക. 196നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? 49 അല്ലേ? 36, അതെ 49 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഈ 49 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സംഖ്യകൾ കിട്ടി. എത്രയേ ഉള്ളൂ? ഇതിൽ നിന്ന് 1 കൂട്ടുന്നത്, ഇരട്ട സംഖ്യയല്ലേ വേണ്ട നമുക്ക്, അതുകൊണ്ട് 1 കൂട്ടുന്നത് 50. ഇത് നടുക്കുള്ള സംഖ്യ നമുക്ക് കിട്ടുക. ഇത് ഹരിച്ചു കഴിഞ്ഞാൽ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നടുക്കുള്ള സംഖ്യ കിട്ടുക കേട്ടോ. ഇത് എത്രയായിരിക്കും? 48. ചോദ്യം മനസ്സിലായോ? എങ്ങനെ ചെയ്തതെന്നൊന്നും കൂടി പറയാം. നമുക്ക് ചോദ്യം എന്താണ്? അടുത്തത്തെ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 196. അപ്പോൾ ഞാൻ 196ന് എന്ത് ചെയ്തു? വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്. 196ന് എന്ത് ചെയ്തു? 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 49 എന്ന് കിട്ടി. 49 കിട്ടിക്കഴിഞ്ഞാൽ 49 ആരാ? നടുക്കുള്ള സംഖ്യ. നടുക്കുള്ള സംഖ്യയല്ല വേണ്ട നമുക്ക്, ഇരട്ട സംഖ്യകളാണ് വേണ്ടല്ലേ. അപ്പോൾ 49ൻ്റെ അപ്പുറത്ത് ആരായിരിക്കും? 50 ആയിരിക്കും. 49ൻ്റെ ഇപ്പുറത്ത് ആരായിരിക്കും? 48 ആയിരിക്കും. നമ്മുടെ സംഖ്യകൾ 48ഉം 50ഉം. വലിയ സംഖ്യയാണ് ചോദിച്ചത്, ഉത്തരം 50. ചെറിയ സംഖ്യയാണ് ചോദിച്ചെങ്കിൽ ഉത്തരം 48. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 60 ആയാൽ വലിയ സംഖ്യ ഏത്? എന്ത് ചെയ്യും? 60നെ 4 കൊണ്ട് ഹരിക്കുന്നു. 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 60നെ 4 കൊണ്ട് ഹരിച്ചാൽ 15. 15 മതിയോ? 15. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെയുള്ള സംഖ്യ ഏതാ? 16. തൊട്ട് താഴെയുള്ള സംഖ്യ ഏതാ? 14. നമുക്ക് എന്താ വേണ്ടേ? വലിയ സംഖ്യ വേണ്ട. ഉത്തരം 16. ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മളോട് ചോദ്യം പറയാണ്, രണ്ട് ഇരട്ട സംഖ്യകളാണ്, അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം ഇന്നതാണെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 4 കൊണ്ട് അങ്ങ് ഹരിക്കും. അതിനെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ട സംഖ്യകളെ നടുക്കുള്ള സംഖ്യയാവും. അപ്പോൾ അതിനോട് 1 കൂട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇരട്ട സംഖ്യ ഏതാന്ന് കിട്ടും. വലിയത് കിട്ടും. 1 കുറച്ചാൽ ചെറുത് ഏതാന്ന് കിട്ടും. സിമ്പിൾ സംഭവം അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 15 കിട്ടിക്കഴിഞ്ഞാൽ 16, 14. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം നോക്കാം. അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം ഉണ്ട് അല്ലേ? ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 80 ആയാൽ വലിയ സംഖ്യ ഏത്? സംഭവം ടഫാന്ന് വിചാരിക്കും, പക്ഷേ ഒരു ടഫും ഇല്ല. ഈ 80നെ 4 കൊണ്ട് തന്നെ ഹരിച്ചാൽ ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിലും വ്യത്യാസം വരുന്നത് എത്ര? 2 അല്ലേ? അപ്പോൾ 4 കേട്ടോ. 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടി? 20 എന്ന് കിട്ടി അല്ലേ? 20 എന്ന് കിട്ടി. 20ൻ്റെ മേലുള്ളത് ഏതാ? 21. 20ൻ്റെ താഴെയുള്ള ഏതാ? 19. നമുക്ക് വേണ്ട ഒറ്റ സംഖ്യകളാണ് അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് വലിയ ഒറ്റ സംഖ്യ? 21. ചെറുതേതാ? 19. സിമ്പിൾ ചോദ്യം അല്ലേ? ആകെ 4 കൊണ്ട് ഹരിക്കാൻ അറിഞ്ഞാൽ മതി അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഒറ്റയല്ല ഇരട്ടയല്ല, ഇതാരാ? എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 15 ആയാൽ വലിയ സംഖ്യ ഏതെന്ന് ചോദിച്ചേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒറ്റ സംഖ്യയ്ക്ക് ഇരട്ട സംഖ്യയ്ക്ക് നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചേ? 4 കൊണ്ട് ഹരിച്ചേ. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചേ? 4 കൊണ്ട് ഹരിച്ചേ. ഇവിടെ എണ്ണൽ സംഖ്യയാണ്, 2 കൊണ്ട് ഹരിക്കും. എണ്ണൽ സംഖ്യയാണ്, 2 കൊണ്ട് ഹരിക്കും. എങ്കിൽ പറ, വർഗ്ഗങ്ങളുടെ വ്യത്യാസം കാണാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ വ്യത്യാസം തന്നിട്ടുണ്ട്, വലിയ സംഖ്യ ഏതാ ചോദിച്ചു. 15ന് അപ്പം നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ഹരിക്കും. 15ൻ്റെ പകുതി എത്രയാണ്? 7.5. 7.5. അപ്പോൾ വലിയ സംഖ്യ ഏതായിരിക്കും? 8 ആയിരിക്കും. അതിന് താഴെയുള്ളത് 7 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സംഖ്യകളെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നടുക്കുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം നോക്കുക, ഹരിക്കേണ്ടത് 4 കൊണ്ടാണോ 2 കൊണ്ടാണോ നോക്കുക. എണ്ണൽ സംഖ്യ ആണെങ്കിൽ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആകുമ്പോൾ എന്തുകൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. കൂടുതൽ കേസുകളിലും എന്തായിരിക്കും വരിക? ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കും വരിക. PSC ചോദിച്ചുള്ള ചോദ്യങ്ങൾ അതാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത് നോക്കി നോക്കാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഹോംവർക്കാണ്. 3 ചോദ്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. 500ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ഇതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, എന്നാലും ഇവിടെയും പറയുകയാണെന്ന് തന്നെ ഉള്ളൂ. ഇത് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് കേട്ടോ. 500ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? നമ്മളെല്ലാ കേസുകളിലും എല്ലായ്പ്പോഴും ഘടകങ്ങളുടെ എണ്ണം കാണാൻ പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ചെയ്യാൻ അല്ലേ? 500നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറുതുകൊണ്ട് ചെയ്യണം, ഏറ്റവും ചെറിയ പ്രൈം കൊണ്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ റൂള്. അപ്പോൾ അങ്ങനെ ചെയ്ത് ശീലിക്കുക കേട്ടോ. അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 250. 500ൻ്റെ പകുതി 250. അപ്പോൾ ഇനി 250നെ ആരെ കൊണ്ടാണ് ചെയ്യുക? 2 കൊണ്ട് തന്നെ. ഇരട്ട സംഖ്യ ആണല്ലോ. ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടി? 125. ഇനി ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഏതാ? 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് പറ്റുമോ? ഇത് കൂട്ടി വയ്ക്കാൻ മതി. 2 1 3, 3 5 8 അപ്പോൾ 3 കൊണ്ട് പറ്റില്ല. നമ്മൾ പഠിച്ചതാണ് ഡിവിസിബിലിറ്റിയിൽ റൂള് കേട്ടോ, മറക്കരുതേ. 4 കൊണ്ട് പറ്റുമോ? ഇല്ല. പിന്നെ ആരെ കൊണ്ടാണ് പറ്റുക? 5 കൊണ്ട് പറ്റും. 5 × 25 എന്ത്? 125. 5 × 25 125. ഇനി ആരെ കൊണ്ടാണ് ചെയ്യാൻ പറ്റുക? 25ന് ഒറ്റ ആളെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ആരാ? 5. അപ്പോൾ നമുക്ക് എന്ത് എഴുതി? 5. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 5 ഗുണിക്കണം 5. ഇതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഈ രീതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 2 എത്ര 2 ഉണ്ട്? 2 ഉണ്ട് അല്ലേ? 2² ഗുണിക്കണം ഇവിടെ എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? 5³ ഇങ്ങനെ തന്നെയല്ലേ എഴുതുന്നത്? ഇത് നിങ്ങൾക്ക് എഴുതാൻ അറിയാമല്ലോ എങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. ഇതിൻ്റെ പവേഴ്സ് നോക്കുക. ഈ 2ൻ്റെ പവർ എത്രയാണ്? 2 ഏതോ സംഖ്യ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പവർ എത്രയാണ്? 2 അല്ലേ? അതിനോട് 1 കൂട്ടുക. ഇവിടെ നടക്കുന്നത് 3 ഒറ്റയ്ക്കല്ലേ? 3നോടും 1 കൂട്ടുക. പവറിലൊക്കെ ഓരോന്ന് വെച്ച് കൂട്ടുക. അപ്പോൾ ഇത് എത്രയായി? 2 + 1 3. ഇത് എത്രയായി? 3 + 1 4. എന്നിട്ട് ഇതിനെ 2നെ ഒന്ന് ഗുണിക്കുക. 3 4 12. ഈ കിട്ടുന്നതായിരിക്കും ഈ 500ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം പറയാം. 100ൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ചെയ്തു നോക്കാമല്ലോ. നിങ്ങൾ പറ. 100 ഞാൻ എഴുതി. 2 കൊണ്ട് പോവും. 50 എന്ന് എഴുതി. ഇനി 2 കൊണ്ട് പോവുമല്ലോ. അപ്പോൾ എത്ര എഴുതാം? 25. ഇനി 2 കൊണ്ട് പോവില്ല അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 5 കൊണ്ടുമാണ് ചെയ്യാൻ പറ്റുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇനി ഇങ്ങനെ 2 × 2 × 1 എഴുതാതെ എന്തെഴുതാം? നേരെ 2 എത്ര തവണയാണ്? 2² ഗുണിക്കണം
5 സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ദേ ഘടകം കാണാനല്ലേ പറഞ്ഞ ഘടകങ്ങളുടെ എണ്ണം ദേ +1 ഒരു +1. അപ്പോൾ എത്ര ഇവിടെ 3 ഗുണിക്കണം ദേ ഇവിടെ 3 3 9. നമ്മുടെ ഉത്തരം 9 ഘടകങ്ങളാണ് 100-നുള്ളത്. ഓക്കെ. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ 24-ന് ഒന്ന് നോക്കി നോക്കാം. 24-ന് എത്ര ഘടകങ്ങളുണ്ട് നോക്കി നോക്കാം. എങ്ങനെ ചെയ്യും? ദേ നിങ്ങൾ പറ. 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 12. ഇനി എന്തോ 2 കൊണ്ട് ചെയ്തൂടെ? 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇനി എത്ര കിട്ടി? 6. ഇനി 2 കൊണ്ട് ചെയ്തൂടെ? 2 കൊണ്ട് ചെയ്താൽ ഇനി 3. ഇനി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത്ര മതി അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 ക്യൂബ് ഇൻറ്റു എത്രയാ? 3 പവർ. 3 പവർ എത്രയുള്ളത്? ഒറ്റ 3 ഉള്ളൂ. അപ്പോൾ 1 എന്ന് എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്ന മനസ്സിലായല്ലോ? 2 3 തവണ ഉള്ളതുകൊണ്ട് 2 ക്യൂബ് എന്ന് എഴുതി. 3 ഒറ്റ തവണ ഉള്ളതുകൊണ്ട് 1 എന്ന് എഴുതി. ഇനി ഇതിനോട് 1 കൂട്ടുക. എല്ലാം ഒരേ പരിപാടി. 1 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 4 ഇൻറ്റു 2. എത്ര 4 ഇൻറ്റു 2? 8. 8 ഘടകങ്ങളാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. 25-ന് എത്ര ഘടകങ്ങളുണ്ട്? അതൊന്ന് നോക്കിക്കോ. 25-ന് എത്ര ഘടകങ്ങളുണ്ട്? ഇത് 25-ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ് നോക്കുക. അതാ 5 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 5 കൊണ്ട് ചെയ്താൽ 5 25. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ വേറെ ആളില്ലല്ലോ എന്നുള്ള വിചാരത്തിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. അതെ ഈ 2-നോട് 1 കൂട്ടി. ഇപ്പം എത്ര നമുക്ക് കിട്ടി? 3. അത് തന്നെയാണ് എന്ത് നമ്മുടെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 25-ന്റെ ഘടകങ്ങൾ? 5 25 1. ഇത്രയേ ഉള്ളൂ. ഈ 3 എണ്ണമാണ് 25-ന്റെ ഘടകങ്ങളായിട്ടുള്ള സംഖ്യകളെ. അപ്പോൾ അങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ എണ്ണം എടുക്കുക. സിമ്പിൾ പരിപാടി. 1 കൂട്ടുക. പവറിനോട് 1 കൂട്ടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്പേഴ്സ് എന്നുള്ള ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങളും കൂടിയേ ഉള്ളൂ. കുറച്ച് ടോപ്പിക്കുകളും കൂടി ഉള്ളൂ. കുറച്ച് ഭാഗങ്ങളും കൂടി ഉള്ളൂ. അതോടുകൂടി നമ്പേഴ്സ് നമ്മൾ മൊത്തത്തിലങ്ങ് തീർക്കും. പിന്നെ ഇതിൻ്റെ തിയറി പാർട്ട്, അതായത് ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളുണ്ടാവില്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏത്, ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ ഏത്, ഇരട്ടസംഖ്യയായ അഭാജ്യസംഖ്യ ഏത്, അതൊക്കെ ജസ്റ്റ് നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുള്ളൂ. അല്ലാതെ അത് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാൻ വിചാരിക്കുന്നില്ല. കാരണം തിയറി പാർട്ടാണ്, ഭയങ്കര ബോറിംഗ് ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നല്ല രസമൊക്കെ ഉണ്ടായിരിക്കും കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്. പക്ഷേ അത് നമ്മൾ അതിന് സമയം കുറേ സ്പെൻഡ് ചെയ്യേണ്ട മാതിരി ഉള്ളതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. നോക്കട്ടെ, നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഏതെങ്കിലും ഒരു ദിവസം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും അതൊരു ക്ലാസ്സുകളൊക്കെ കാണാം, മറ്റുള്ള ക്ലാസ്സുകളൊക്കെ കാണാം, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. താങ്ക് യു.